നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. പോവർട്ടി ലെവൽസ് ബിലോ 5% ക്ലെയിംസ് നീതി ആയോഗ് ചീഫ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ റിലീസ് ചെയ്ത റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ റിപ്പോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ റിപ്പോർട്ടായിരുന്നു. 2022-23 ഫിനാൻഷ്യൽ ഇയറിനെ അടിസ്ഥാനമാക്കി റിലീസ് ചെയ്ത റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ബിലോ പോവർട്ടി ലെവലിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷന്റെ 5% മാത്രമാണ്. അതാണ് പോവർട്ടി ലെവൽസ് ബിലോ 5% ക്ലെയിംസ് നീതി ആയോഗ് ചീഫ് എന്ന് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വളരെയധികം പ്രാധാന്യമാണ്. കാരണം നീതി ആയോഗിനെ കുറിച്ചിട്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എന്താണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോവർട്ടി ലെവൽ കുറയുന്നു പറയുമ്പോഴേക്കും ഇവർ 2022-23 അടിസ്ഥാനമാക്കി നമ്മൾ പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിരിക്കുന്നത് 2004 എന്നുള്ളൊരു ആ ഒരു ഫിനാൻഷ്യൽ ഇയറിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കമ്പയർ ചെയ്ത ഡേറ്റകൾ റൂറൽ അർബൻ ഡിവൈഡിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഈ റിപ്പോർട്ടിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കമ്പാരിസൺ നമുക്ക് പഠിക്കണം. അതോടൊപ്പം തന്നെ നീതി ആയോഗിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കണം. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം നീതി ആയോഗിന്റെ ഫോർമേഷന് ശേഷമുള്ള 10th ആനിവേഴ്സറി ഇയർ ആണ്. ഈ വർഷത്തെ ബഡ്ജറ്റിനകത്തും ഒക്കെ തന്നെ നീതി ആയോഗിനെ കുറിച്ചിട്ട് ഗവൺമെന്റ് എടുത്ത് പരാമർശവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പ്രിലിംസിനകത്ത് നമുക്കൊരു ആഡഡ് കെയർ ഈ ഒരു നീതി ആയോഗിനെ കുറിച്ച് കൊടുക്കണം. കാരണം അതിൻ്റെ പ്രൊവിഷൻസും എന്താണ് ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 5 ഇയർ പ്ലാൻസ് ഒക്കെ നടത്താനായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷന്റെ സക്സസർ ആയിട്ടാണ് ബേസിക്കലി ആര് വന്നിരിക്കുന്നത്, നീതി ആയോഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് കൂടുതൽ വരാൻ സാധ്യതയുണ്ടാവും. ഇപ്പോൾ നീതി ആയോഗിന്റെ ചീഫ് ഓഫീസറാണ് ബേസിക്കലി വന്നിരിക്കുന്നത്, BVR സുബ്രഹ്മണ്യം. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പോവർട്ടി ലെവൽസ് ബിലോ 5% എന്നുള്ള ആർട്ടിക്കിളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നീതി ആയോഗിനെ കുറിച്ചിട്ടായിരിക്കും ബേസിക് ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ ഒരു ആർട്ടിക്കിളിന്റെ കമ്പാരിസൺ നമുക്ക് വായിച്ചു പോകാം. സോ നീതി ആയോഗ് ബേസിക്കലി 1 ജനുവരി 2015 സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ശരിക്കും പറഞ്ഞാൽ 31 ഡിസംബർ 2014 വരെയും ആരായിരുന്നുണ്ടായിരുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നുണ്ടായിരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ പഠിച്ചാണ്. ലാസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 12th 5 ഇയർ പ്ലാൻ ആയിരുന്നു. ഈവൻ ദോ 12th 5 ഇയർ പ്ലാൻ 2017 വരെ കാലയളവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും 2014 ഡിസംബർ 31 കൊണ്ട് പ്ലാനിംഗ് കമ്മീഷനെ അബോളിഷ് ചെയ്ത് അതോടൊപ്പം തന്നെ 5 ഇയർ പ്ലാൻസ് നമ്മൾ നിർത്തലാക്കിയാണ് ചെയ്തത്. അതിനുശേഷം പ്ലാനിംഗ് കമ്മീഷനെ സക്സസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് 1 ജനുവരി 2015 ആര് വന്നു, നമ്മുടെ നീതി ആയോഗ് രംഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷൻ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗ് കുറച്ചുകൂടെ ഷോർട്ട് ടേം പ്ലാനുകളാണ് കൂടുതലായിട്ട് അവതരിപ്പിക്കാറുള്ളത്. അതും സ്ട്രാറ്റജിക് ആയിട്ടുള്ള മീൻസ് ഇപ്പോൾ കറന്റ് ഇന്ത്യക്ക് എന്താണ് ആവശ്യമുള്ളത് അത്തരത്തിൽ ഈ പറഞ്ഞ ഷോർട്ട് ടേം ആയിട്ടുള്ള കുറച്ച് ഗോളുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നീതി ആയോഗ് അവതരിപ്പിക്കാറുള്ളത്. സോ നീതി ആയോഗ് സീക്സ് ടു പ്രൊവൈഡ് എ ക്രിട്ടിക്കൽ ഡയറക്ഷണൽ ആൻഡ് സ്ട്രാറ്റജിക് ഇൻപുട്ട് ഇൻ ടു ദ ഡെവലപ്മെന്റൽ പ്രോസസ് ഓഫ് ദ കൺട്രി ആൻഡ് ലൈക്ക് ദ പ്ലാനിംഗ് കമ്മീഷൻ ഇറ്റ് ഈസ് ഓൾസോ എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പോൾ അത് ഓർത്തിരിക്കണം. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും ഒരുമിച്ച് വരുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്. ഈ രണ്ട് ബോഡിയും, അതായത് പ്ലാനിംഗ് കമ്മീഷൻ ആയിക്കോട്ടെ നീതി ആയോഗ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി വരുന്നില്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി വരുന്നില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒരു ആക്ടിന്റെ പിൻബലം ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇതൊക്കെ തന്നെ ബേസിക്കലി ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ബോഡീസ് ഒക്കെയാണ്. സോ പ്ലാനിംഗ് കമ്മീഷൻ as well as നീതി ആയോഗ് ഈസ് നെയ്തർ എ കോൺസ്റ്റിറ്റ്യൂഷൻ നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ളൊരു പോയിന്റ് ആദ്യമേ മനസ്സിലാക്കിയിരിക്കാം. ദെൻ നീതി ആയോഗ് ഒരു ബേസിക് ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. സർക്കാരിന് ഈ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ നൽകുന്ന, സെൻട്രൽ ഗവൺമെന്റിന് ഉപദേശങ്ങൾ ടെക്നിക്കലും അതേപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുന്ന ഒരു തിങ്ക് ടാങ്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇവർ നൽകുന്ന ഉപദേശത്തിന് വെറും ഒരു അഡ്വൈസറി നേച്ചർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ബൈൻഡിങ് നേച്ചർ ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കണം. ഈ കിട്ടുന്ന ഉപദേശങ്ങൾ സർക്കാരിന് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് നീതി ആയോഗ് പറയുന്ന കാര്യങ്ങൾ സർക്കാർ നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ബേസിക്കലി നീതി ആയോഗ് ഒരു അഡ്വൈസറി നേച്ചർ മാത്രമേ ഉള്ളൂ, ബൈൻഡിങ് നേച്ചർ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ റോളും ഇല്ല. അതും ഇവരെ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പോയിന്റ് ആണ്. നീതി ആയോഗിന് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ റോൾ ഇല്ലെന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ് ഡസ് നോട്ട് എൻജോയ് ഫിനാൻഷ്യൽ പവേഴ്സ് ടു അലോക്കേറ്റ് ഫണ്ട്സ് ടു സ്റ്റേറ്റ്സ്. ഇവിടെ നീതി ആയോഗ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി ആരിലേക്ക് മാറിപ്പോയി, മിനിസ്ട്രി ഓഫ് ഫിനാൻസിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് ഒരു തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. നീതി ആയോഗിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ പവർ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഫിനാൻഷ്യൽ പവർ ഇപ്പം നിലവിൽ പറയുകയാണെങ്കിൽ എൻ്റയർലി ആരുടെ കൈവശമാണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കൈവശം തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് ശരിക്കും പറഞ്ഞാൽ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഓർത്തിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഹോംവർക്ക് പോലെ ചെയ്തിരിക്കാൻ പറ്റുന്ന നീതി ആയോഗ് റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്, ആനുവലിക്ക് ആണെങ്കിലും നീതി ആയോഗ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് ഒരു ഹോംവർക്ക് പോലെ സെർച്ച് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു പോയിന്റിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനായിട്ടൊക്കെ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലേക്ക് ഒരു കമ്പാരിസണിലേക്ക് നോക്കുവാണെങ്കിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. The urban rural consumption divide has narrowed to 71% in 2022-23 from a peak of 91% in 2004-5. അതായത് നഗരങ്ങളും ഗ്രാമീണ മേഖലയും തമ്മിലുള്ള കൺസംഷന്റെ കാര്യത്തിലേക്കുള്ള വ്യത്യാസങ്ങൾ ഡിവിഷൻ നോക്കുവാണെങ്കിൽ ഇപ്പം കറന്റ് അത് 71% എത്തി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2004-5 കാലഘട്ടത്തിൽ 91% ആ ഒരു ഡിഫറൻസസ് കാണാൻ സാധിക്കാറ്. സോ ഇൻഇക്വാളിറ്റി ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഡിക്ലൈനിങ്. ഇൻഇക്വാളിറ്റി റൂറൽ അർബൻ ഇൻഇക്വാളിറ്റീസ് നോക്കുവാണെങ്കിൽ ഡിക്ലൈനിങ് ട്രെൻഡിലേക്കാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ആൻഡ് ഈവൻ
on rural household spending on food has dropped below 50% of total expenditure for the first time. ഇത്ര നാൾ നമ്മൾ നോക്കുവാണെങ്കിൽ റൂറൽ ഏരിയാസ് തന്നെ ആൾക്കാർ കിട്ടുന്ന വരുമാനത്തിന് നല്ലൊരു പങ്കും അവർ ചിലവാക്കിക്കൊണ്ടിരുന്ന ആഹാരങ്ങൾ കൺസംഷന്റെ ഭാഗമായിട്ടാണ്. മോർ ദാൻ 50% ഇൻകം ചിലവാക്കിക്കൊണ്ടിരുന്ന കൺസംഷന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം നിലവിൽ അത് മാറിയിരിക്കുന്നു. കൺസംഷൻ ഓഫ് ഫുഡ്സിന് ഉപരിയായിട്ട് മറ്റു പല കാര്യങ്ങൾ അവർ വാങ്ങാനായിട്ട്, മീൻസ് ഈ പറഞ്ഞ പൾസസ്, സീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള സ്പെൻഡിങ് ലോവറായി കുറയാൻ തുടങ്ങി. എന്നിട്ട് ഹയർ എക്സ്പെൻഡിച്ചേഴ്സ് ഇസ് നൗ ഗോയിങ് ഓൺ ഫോർ കൺവെയൻസസ്, consumer durables and consumer services indicate that people are earning more and need to spend a lesser share of their income on food. അതായത് ഒരു കാര്യം ക്ലിയർ ആണ്, ഈ പറഞ്ഞ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോഴാണ് ഫുഡിലേക്കുള്ള കൺസംഷൻ പാറ്റേണിലെ അളവ് കുറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ മുൻകാലങ്ങളിലേക്കാളും ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റ് അല്ല. ഫുഡിന് വേണ്ടി ആൾക്കാർ പൈസ ചിലവാക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, കൂടുതൽ പൈസ ചിലവാക്കുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഫുഡിലേക്കുള്ള എക്സ്പെൻഡിച്ചേഴ്സിന്റെ ആ ഒരു ഷെയർ കുറയുന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറയും തീർച്ചയായിട്ടും ജനങ്ങളുടെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് വരുന്നതിനനുസരിച്ച് മറ്റു പല കാര്യങ്ങളിലേക്ക് പറഞ്ഞ ലെഷർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സർവീസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവലിങ്ങും അങ്ങനെയുള്ള പല രീതിയിലേക്ക് ഫുഡുകൾ ഈ പറഞ്ഞ പോലെ മറ്റു പല പ്രോസസ്ഡ് ഫുഡ്സിന്റെ കൺസംഷൻസ്, ഇങ്ങനെ പല രീതിയിലേക്ക് ആളുകൾ പൈസ കൂടുതൽ ചിലവാക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഫുഡിലേക്കുള്ള കൺസംഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പണ്ടത്തെ പോലെ തന്നെ ഫുഡ് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്ക്, എസ്പെഷ്യലി ടി വി സെറ്റ്സ്, ഫ്രിഡ്ജസ്, മൊബൈൽ ഫോൺസ്, കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവരുടെ ലൈഫ് സ്റ്റൈലിൽ വലിയൊരു ചേഞ്ചസ് കണ്ടു തുടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു സൈഡ് തന്നിരിക്കുന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്തെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സാമിന് പഠിക്കുമ്പോഴേക്കും നീതി ആയോഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒരു പോയിന്റ് കൂടെ, ഈ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേ ആണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ സർവേ ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇതും ഒരു പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. എസ്പെഷ്യലി ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗം, ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ്. ഡിസ്കവറി ഓഫ് ടെമ്പിൾസ് ഇൻ തെലങ്കാന ഷോസ് എ സ്പ്രെഡ് ഓഫ് ചാലുക്യ റെയിൻ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ചാലുക്യ റൂളേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളതും അവരുടെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചാലുക്യ റൂളേഴ്സിന്റെ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിയുടെ നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ നോക്കുവാണെങ്കിൽ ചാലുക്യാസിന്റെ ഒരു ടൈം പീരീഡ് പറയുവാണെങ്കിൽ AD 543 ടു AD 755 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇവരുടെ ഒരു റെയിൻ കാലഘട്ടമായിട്ട് പറയപ്പെടാറുള്ളത്. ആൻഡ് ഇവരുടെ ക്യാപിറ്റൽ പറയപ്പെടുന്ന ബദാമിയാണ്. ഇപ്പോഴത്തെ ഈ പറഞ്ഞ വദാബി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മോഡേൺ ഡേ ബദാമി, പണ്ട് കാലങ്ങളിൽ വദാബി എന്നായിരുന്നു ഈ ഒരു റീജിയൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവിടെയായിരുന്നു ഇവരുടെ ഒരു ക്യാപിറ്റലായിട്ടും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. സോ ചാലുക്യാസ് ദേ സെറ്റ് അപ്പ് ദെയർ കിങ്ഡം ഇൻ ദ വെസ്റ്റേൺ ഡെക്കാൻ വിത്ത് ദ ക്യാപിറ്റൽ ആസ് വദാബി, ദാറ്റ് ഇസ് മോഡേൺ ഡേ ബദാമി ഇൻ കർണാടക. ആൻഡ് ദേ വർ ഇൻവോൾവ് ഇൻ പൊളിറ്റിക്കൽ സ്ട്രഗിൾ വിത്ത് പല്ലവാസ്. അപ്പം അത് പോയിന്റ് ഓർത്തിരിക്കുക. ചാലുക്യാസ് ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഡെക്കാൻ ആരുമായിട്ടായിരുന്നു പൊളിറ്റിക്കൽ സ്ട്രഗിൾ ഏർപ്പെട്ടിരുന്നത്, പല്ലവാസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ആൻഡ് ദാറ്റ് കണ്ടിന്യൂഡ് വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഫോർ ഓവർ 100 years. ഒരു 100 വർഷങ്ങളോളം ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ പല്ലവാസുമായിട്ട് ചാലുക്യാസിന് ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ ടെമ്പിൾ ആർക്കിടെക്ചർ നോക്കുമ്പോഴേക്കും, നമ്മൾ ഇത്തരത്തിലുള്ള പഴയ ഒരു രാജാക്കന്മാർ ആ ഒരു കാലഘട്ടമൊക്കെ നോക്കുമ്പോൾ അവരുടെ ആ ഒരു സമയത്ത് ടെമ്പിൾ ആർക്കിടെക്ചറിനോട് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെയും നമുക്ക് പ്രിലിംസിനൊക്കെ ചോദ്യങ്ങൾ വരാം. സോ ടെമ്പിൾ ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ വെസര, 2 നഗര, മൂന്നാമത് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അപ്പോൾ വെസര, നഗര ആൻഡ് ദ്രവീഡിയൻ, ഈ 3 തരത്തിലുള്ള ഒരു ആർക്കിടെക്ചേഴ്സ് ആണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. ഇതിനകത്ത് പറയുവാണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നഗരവും അതുപോലെ ദ്രവീഡിയുമാണ്. കാരണം വെസര എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിക്സർ ആണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ വെസര സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും മിക്സർ ഓഫ് നഗർ ആൻഡ് ദ്രാവിഡയാണ്. റീസെന്റ് നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന അയോധ്യ ക്ഷേത്രം, ആ ഒരു ടെമ്പിൾ സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതാണ്. എസ്പെഷ്യലി നോർത്തിലേക്കൊക്കെ പോകുമ്പോഴേക്കാണ് ആ നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കാണാൻ സാധിക്കുന്നത്. സൗത്തിലേക്കാണ് നമുക്ക് ദ്രാവിഡ, ആ പേര് പോലെ തന്നെയുള്ള ദ്രാവിഡ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ദ്രാവിഡ മേഖലകൾ എന്ന് പറയുമ്പോഴേക്കും സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. ഇവിടെ ഈ വെസര എന്ന് പറയുമ്പോഴേക്കും ആ മിഡിൽ പോർഷൻ വരും, ഡെക്കാൻ മിഡിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു വാർത്ത വന്ന സൂചിപ്പിക്കുന്നതിന്റെ തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആ ഒരു റീജിയൻ ആണ്. അപ്പോൾ ആ ഒരു മിഡിൽ പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഈ നോർത്തിന്റെ നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെയും സൗത്തിന്റെ ദ്രവിഡ സ്റ്റൈലിന്റെയും ഒരു മിക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ആ സ്റ്റൈലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെസര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഓക്കെ, സോ വെസര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇസ് എ മിക്സർ ഓഫ് നഗർ ആൻഡ് ദ്രവിഡിയൻ സ്റ്റൈൽസ് ആൻഡ് ദിസ് സ്റ്റൈൽ ഒറിജിനേറ്റഡ് ആൻഡ് ഫ്ലറിഷ്ഡ് അറ്റ് ഐഹോൾ, ബദമി ആൻഡ് പട്ടടക്കൽ. ഈ 3 സ്ഥലങ്ങളിലാണ് ഈ ഒരു വെസര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഫ്ലറിഷ് ചെയ്യപ്പെട്ടതും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് കരുതുന്നത്.
എഴുതപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? ഐഹോളിലും, അതേപോലെ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻസ് അതേപോലെ ഐഹോളിലും ബദാമിയിലും പട്ടടക്കലിലുമാണ് ഈ വെസറ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഒറിജിനേറ്റ് ചെയ്തതും ഫ്ലറിഷ് ചെയ്തതായിട്ടും കണക്കാക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിന്റെ ഇമ്പോർട്ടന്റ് സൈറ്റ്സ് ആണ് പട്ടടക്കലും ഐഹോൾ ബദാമി. ഇപ്പൊ നമ്മൾ ഒട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു സ്റ്റൈലിൽ തന്നെ കേവ് ടെമ്പിൾസ് ഒരുപാട് കാണാറുണ്ട്. ഫൗണ്ട് ഇൻ അജന്ത, എല്ലോറ, നാസിക് കേവ്സിലൊക്കെ തന്നെ ഈ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കാണാൻ സാധിക്കും. ദേ ആർ മോസ്റ്റ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണോലിത്തിക് ആൻഡ് എക്സ്കവേറ്റഡ് ഇൻ സ്ലോപ്പി സിൽസ്. മോണോലിത്തിക് കേവ്സ് ഈ പറഞ്ഞ പോലെ സ്ട്രക്ചേഴ്സിലായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ആർക്കിടെക്ചർ കാണുന്നത്. പിന്നെ സ്ലോപ്പി ഹിൽസിൽ എക്സ്കവേറ്റ് ചെയ്യപ്പെട്ട രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള കേവ്സുകൾ കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ആർ മോസ്റ്റ്ലി ബ്രാഹ്മണിക്കൽ ഡെഡിക്കേഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ദേ ആർ ബുദ്ധിസ്റ്റ് ഇൻ സ്റ്റൈൽ ആൻഡ് ടെക്നിക്കാണ്. ബുദ്ധിസ്റ്റ് ഇൻ സ്റ്റൈലും ടെക്നിക്കും ആണ് ഇത്തരത്തിലുള്ള ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്. ദെൻ അടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ സൊസൈറ്റി, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊരു കാലഘട്ടമാണെങ്കിലും അവിടുത്തെ സൊസൈറ്റിയെ കുറിച്ചിട്ടും റിലീജിയനെ കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് സൊസൈറ്റി ആൻഡ് റിലീജിയൻ ആൻഡ് ചാലുക്യാസ് ഓഫ് ബദാമി നോക്കുവാണെങ്കിൽ ദ പീരിയഡ് വാസ് എൻ എറ ഓഫ് റിവൈവൽ ഓഫ് ഹിന്ദു കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി. ഹിന്ദു കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ ഒരു റിവൈവൽ കാലഘട്ടമായിട്ട് കരുതപ്പെടുന്നതാണ് ഈ ചാലുക്യാസ് ഓഫ് ബദാമിയുടെ കാലഘട്ടം. സോ ആൻ ഇമ്പോർട്ടൻസ് were given to Vedic rites and rituals. വേദങ്ങൾക്ക് വേദിക് റിച്വൽസിനും റൈറ്റ്സിനും ഈ പറഞ്ഞ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു. വൈഷ്ണവിസവും ശൈവിസവും ശക്തകൾസും അതേപോലെ ജൈനിസം ഒക്കെ തന്നെ അതിന്റെ ഒരു എന്താ പറയാ ഒരു ജനറസ് എൻകറേജ്മെന്റ് ഈ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചൈനീസ് ട്രാവലർ ആയിരുന്ന ഹ്യൂൻ സാങ് ഈ പറഞ്ഞ പോലെ മെൻഷൻ ചെയ്തൊരു കാലഘട്ടം കാര്യം ഉണ്ടായിരുന്നു. ഈ മെൻഷൻ ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം ഇൻ വെസ്റ്റേൺ ഡെക്കാനിൽ ഈ പറഞ്ഞ രീതിയിൽ വൈഷ്ണവിസവും ശൈവിസവും ശക്തകൾസും അതേപോലെ ജൈനിസം ഒക്കെ തന്നെ എൻകറേജ്മെന്റ് കിട്ടിയപ്പോഴേക്കും ബുദ്ധിസം എന്ത് സംഭവിച്ചു? ഡിക്ലൈൻ സംഭവിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. ബട്ട് ജൈനിസം വാസ് സ്റ്റഡിലി ഓൺ ദ പാത്ത് ഓഫ് പ്രോഗ്രസ്. അപ്പൊ ആ പോയിന്റ് ഓർത്തിരിക്കണം. ദെൻ പുലകേശിൻ രണ്ടാമത്തെ രാജാവിന്റെ ഈ പറഞ്ഞ പോലെ കോട്ട് പോയിന്റ് ആയിരുന്ന രവി കീർത്തിയും ഇത് ഒരു ജെയിൻ ആയിരുന്നു എന്നുള്ള കാര്യം, ആ ഒരു ജെയിനിസത്തിന് കൂടുതൽ പ്രാധാന്യം ആ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ട് പറയാൻ സാധിക്കും. ദെൻ വുമൺ വെയർ റെസ്പെക്ടഡ് ഇൻ ദാറ്റ് സൊസൈറ്റി. ആ ഒരു ടൈമിലെ സ്ത്രീകൾക്ക് നല്ലൊരു റെസ്പെക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു പോയിന്റും മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് ആ ഒരു സൊസൈറ്റിയുടെ നേച്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക വളരെ നല്ലതായിരിക്കും. പറഞ്ഞ ഫിലിംസിനൊക്കെ ചോദ്യമായിട്ടൊക്കെ വരാം. സൊസൈറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഹിന്ദു കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി റിവൈവ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു. വേദിക് റൈറ്റ്സ് ആൻഡ് റിച്വൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. റിലീജിയന്റെ കാര്യം പറയുവാണെങ്കിൽ വൈഷ്ണവിസം, ശൈവിസം, ശക്തകൾസും ജൈനിസിനൊക്കെയാണ് കൂടുതൽ എൻകറേജ്മെന്റ് കിട്ടിയത്. ബുദ്ധിസം വെസ്റ്റേൺ ഡെക്കാനിൽ ഒരു ഡിക്ലൈൻഡ് പാതയിലായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രവി കീർത്തി എന്ന് പറയുന്ന ഏത് രാജാവിന്റെ കോട്ട് പോയിന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പുലകേശിൻ സെക്കൻഡിനെ ആയിരുന്നുള്ള കാര്യം ഓർക്കുക. ഹി ഓൾസോ വാസ് എ ജെയിൻ. ദിസ് രവി കീർത്തി വാസ് ഓൾസോ ജെയിൻ ആൻഡ് വുമൺ വർ റെസ്പെക്ടഡ് ഇൻ ദ സൊസൈറ്റി. ഇത്രയും പോയിന്റ് കൃത്യമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇത്രയും പോയിന്റ് ആണ് ആർട്ടിക്കിൾ എക്സാമിന്റെ പോയിന്റുകൾ മനസ്സിലാക്കാനുള്ളത്. ഒന്ന് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വെസറ ആണ് കൂടുതലായിട്ട് അവിടെ കാണുന്നത്. വെസറ എന്ന് പറയുമ്പോഴേക്കും നോർത്തിലേക്കുള്ള നഗര സ്റ്റൈലിന്റെയും സൗത്തിലേക്കുള്ള ദ്രവീഡിയൻ സ്റ്റൈലിന്റെയും ഒരു മിക്സറായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത് കൂടുതലായിട്ടും ഫ്ലറിഷ് ചെയ്യപ്പെട്ടതും ഈ ഒരു ചാലുക്യാസിന്റെ ഒക്കെ കീഴിലുണ്ടായിരുന്ന പട്ടടക്കലും ഐഹോളും ബദാമി മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. ഈ ഒരു സ്റ്റൈലിന് വന്നിട്ടുള്ള കുറെ ഒരു കേവ് ടെമ്പിൾസ് നോക്കുവാണെങ്കിൽ അജന്ത, എല്ലോറ ആൻഡ് നാസിക് കേവ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെയാണ് എ ചില്ലിംഗ് എഫക്ട് ഓൺ ദ ഫ്രീഡം ടു ലവ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ പുതിയ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉത്തരാഖണ്ഡിന്റെ യൂണിഫോം സിവിൽ കോഡ്. ഈ മാസം ഫെബ്രുവരി 7-ാം തീയതിയാണ് ഉത്തരാഖണ്ഡ് അസംബ്ലി ഒക്കെ തന്നെ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പേജിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് തുളസി കെ രാജാണ്. ആൻഡ് ഷീ ഈസ് എ ലോയർ ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ ലോയർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു ലോ പോയിന്റ്സുകളും കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ലോ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ മീൻസ് ഉത്തരാഖണ്ഡ് ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും ഉത്തരാഖണ്ഡിന് കിട്ടിയ ഒരു പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ആര് മാറി? ഉത്തരാഖണ്ഡ് മാറി. എന്നാൽ ഓൾറെഡി തന്നെ UCC അഥവാ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ ഗോവ. ഗോവയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ബിഫോർ ഇൻഡിപെൻഡൻസ്, അതായത് പണ്ട് കാലങ്ങളിൽ അത് പോർച്ചുഗീസിന്റെ ഭരണ കീഴിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരിയഡിൽ തന്നെ അവിടെ UCC ഉണ്ടായിരുന്നു. സോ ഓൾറെഡി ഇപ്പോൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുവാണെങ്കിൽ ഗോവയാണ്. അതിനുശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു സംസ്ഥാനം UCC പാസ്സാക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡാണെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചത്. അപ്പം ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ UCC അഥവാ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് ആര് മാറി? നമ്മുടെ ഉത്തരാഖണ്ഡ് മാറി. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഗോവയിലാണ്. അപ്പം നിലവിൽ 2 സംസ്ഥാനങ്ങൾക്കാണ് ഈ UCC ഉള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഒരു രീതിയിൽ എക്സാമിന് ചോദിക്കാൻ സാധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയെങ്കിലും യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണോ എന്നുള്ള കാര്യം പരാമർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ആർട്ടിക്കിൾ 44 അതായത് DPSP ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് ഇത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 44 ആയിട്ട് പറയുന്നുണ്ട്. ദിസ് ലെജിസ്ലേഷൻ ഓഫ് ഉത്തരാഖണ്ഡ് സ്റ്റെംസ് ഫ്രം ദ ആർട്ടിക്കിൾ 44. ആ ഒരു ആർട്ടിക്കിൾ 44നെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഉത്തരാഖണ്ഡാണ് ഇപ്പോൾ ആ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 44 എന്താണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്ട്സ് ദ സ്റ്റേറ്റ് ടു എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇവിടെ ഗവൺമെന്റ് DPSP എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുകൾക്കുള്ള നിർദ്ദേശമാണല്ലോ. നിങ്ങളൊരു നിയമം നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് DPSP പറയുന്നത്. അതിന്റെ ആർട്ടിക്കിൾ 44-നകത്താണ് UCC ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ UCC പറഞ്ഞ പോലെ
ഈ പറഞ്ഞ നടപ്പാക്കാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം ഗവൺമെന്റിനോട് പറയുന്നത്. ആൻഡ് എന്താണ് UCC അഥവാ യൂണിഫോം സിവിൽ കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു എ കോമൺ ലോ ഫോർ പേഴ്സണൽ മാറ്റേഴ്സ്. പേഴ്സണൽ മാറ്റേഴ്സിനകത്ത് ഈ പറഞ്ഞ പോലെ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും മാരേജ്, അതേപോലെ ഇൻഹെറിറ്റൻസ്, ഡിവോഴ്സ്, അഡോപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ പല റിലീജിയനിലും പല നിയമങ്ങളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അപ്പൊ അതെല്ലാം മാറി എല്ലാവർക്കും ഈ പറഞ്ഞ ഒരേ രീതിയിലുള്ള പേഴ്സണൽ മാറ്റേഴ്സിൽ ഒരേ രീതിയിലുള്ള കോമൺ ലോ കൊണ്ടുവരിക എന്നുള്ളതാണ് UCC കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് അപ്ലൈസ് ടു ഓൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആസ് വെൽ. And it aims to replace the different personal laws that currently govern personal matters within different religious communities, and also aims to promote social harmony, gender equality, and secularism by eliminating disparate legal systems based on different religions and communities. അപ്പം ഡിഫറെന്റ് റിലീജിയൻസും കമ്മ്യൂണിറ്റീസിനും ഇടയിലുള്ള ആ ഒരു ഇൻഇക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നീക്കുക, എസ്പെഷ്യലി ജെൻഡർ ഇൻഇക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നീക്കുക, ഒരു സോഷ്യൽ ഹാർമണി കൊണ്ടുവരിക, ജെൻഡർ ഇക്വാളിറ്റി നടപ്പാക്കുക, സെക്യുലറിസം കാര്യങ്ങളൊക്കെ നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു UCC കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡ് സിവിൽ കോഡിന്റെ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ആർട്ടിക്കൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒറ്റ ഇത് നോക്കുവാണെങ്കിൽ യൂണിഫോം എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഡോപ്ഷൻ റൈറ്റ്സിനകത്തും ഒക്കെ തന്നെ യൂണിഫോമിറ്റി കൊണ്ടുവരിക, ലീഗൽ മാരേജിന്റെ കാര്യത്തിലാണെങ്കിൽ ആ യൂണിഫോമിറ്റി എല്ലായിടത്തും കൊണ്ടുവരിക, ഇൻഹെറിറ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ, ഡിവോഴ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ യൂണിഫോമിറ്റി നടപ്പാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുണീക്ക് ആയിട്ട് മാറുന്നത് പറയുമ്പോഴേക്കും എസ്പെഷ്യലി ഉത്തരാഖണ്ഡ് സിവിൽ കോഡിനകത്ത് യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിംഗ് റിലേഷൻസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒരു മാസത്തിനുള്ളിൽ ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ, ഈ പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡ് സ്റ്റേ ചെയ്യുന്ന വ്യക്തികളും അവർ പുറത്തുള്ള ആൾക്കാരായിക്കോട്ടെ അവിടെയുള്ള ആൾക്കാരായിക്കോട്ടെ ഉത്തരാഖണ്ഡ് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 25,000 രൂപയുടെ ഫൈൻ വരെ കിട്ടാൻ സാധിക്കുന്ന ഒരു ശിക്ഷാ നടപടിയായിട്ട് ഇത് മാറിയേക്കാൻ സാധിക്കും. ദെൻ ആർക്കൊക്കെയാണ് യൂണിഫോം സിവിൽ കോഡ് അവിടെ ബാധകമല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തരാഖണ്ഡിലെ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക്, ഇവർ ടോട്ടൽ പോപ്പുലേഷൻ 3% വരുന്നതാണ്, അവർക്ക് ഈ നിയമം ഈ ഒരു UCC ബാധകമല്ല എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കണം. ഇങ്ങനെയുള്ള എക്സംഷൻസ് ഈ പറഞ്ഞ പോലെ ചോദ്യമായിട്ട് വരാൻ സാധിക്കും. ദെൻ എന്തൊക്കെയാണ് ബാൻ ചെയ്തിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, marriages and divorce practices that come under Muslim personal law such as halala, ikkat and triple talaq തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് UCCയിലൂടെ ബാൻ ചെയ്തിരിക്കുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ പോസിറ്റീവ് വശങ്ങളും അതേപോലെ നെഗറ്റീവ് വശങ്ങളും മനസ്സിലാക്കണം. അതിനു മുമ്പ് ഇതിനകത്തെ ആ പ്രൊവിഷൻസ്, മേജർ ആയിട്ടുള്ള പ്രൊവിഷൻസ് നമുക്ക് ഓടിച്ചു നോക്കാം. ആദ്യം തന്നെ മാരേജിന്റെ കാര്യം പറയുവാണെങ്കിലും കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് ആണ്. ഈ പറഞ്ഞ പോലെ 60 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ കമ്പൽസറി ആയിട്ട് മാരേജസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ അപ്ലൈസ് ടു ഓൾ റെസിഡൻസ് ഓഫ് ഉത്തരാഖണ്ഡ് വെദർ മാരിയിങ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് സ്റ്റേറ്റ്. മാരി ചെയ്യുന്ന വിത്തിൻ ആയിക്കോട്ടെ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, അത് ഈ പറഞ്ഞ പോലെ റെസിഡന്റ് ആണ്, ഉത്തരാഖണ്ഡിന്റെ റെസിഡന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 60 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആൻഡ് ദെൻ നോൺ രജിസ്ട്രേഷൻ ഈ പറഞ്ഞ പോലെ എന്തിലേക്ക് നയിച്ചേക്കാം, ഫൈനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ 3 month ജയിൽ ടൈമിലേക്കൊക്കെ തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ലീവ് ഇൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ, എനി ലീവ് ഇൻ റിലേഷൻഷിപ്പ് വിത്തിൻ ദ സ്റ്റേറ്റ്സ് ജൂറിസ്ഡിക്ഷൻ വിൽ ഹാവ് ടു ബി രജിസ്റ്റേർഡ് കമ്പൽസറി റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ കൺസേൺ മാൻ ആൻഡ് വുമൺ ആർ റെസിഡൻസ് ഓഫ് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ ഹെഡ്ലൈൻ വായിച്ചു കഴിഞ്ഞാൽ പോയിന്റില്ല, ചില്ലിംഗ് എഫക്ട് ഓൺ ദ ഫ്രീഡം ഓഫ് ലവ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ പോയിന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലീവ് ഇൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു ഫ്രീഡം ഓഫ് എന്താ പറയുക, പ്രൈവസിയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രീഡം റൈറ്റ് ടു ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കുന്നു. ഈ ലീവ് ഇൻ റിലേഷൻഷിപ്പും കൃത്യമായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരും. കാരണം പലപ്പോഴും ഇന്റർകാസ്റ്റ് മാരേജസിലേക്ക് വരുമ്പോഴേക്കാണ് ആൾക്കാർ ഈ ഒരു ലീവ് ഇൻ റിലേഷൻഷിപ്പ് കൂടുതൽ ഈ പറഞ്ഞ പോലെ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇനി മുതൽ ലീവ് ഇൻ റിലേഷൻഷിപ്പ് ഉത്തരാഖണ്ഡിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോഴേക്കും ആ റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൈവസിയെ ഒരുപക്ഷെ ബാധിക്കാൻ സാധ്യതയുള്ളതായിട്ടും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഓദർ. ഓക്കെ, എന്തായാലും ലീവ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊവിഷൻ ഓഫ് ബൈഗാമി ആൻഡ് പോളിഗാമി ഒക്കെ തന്നെ ബാൻ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഈക്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഫോർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആണ് കൃത്യമായിട്ടും ഇതിനകത്ത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വാളിറ്റിയുടെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ സർട്ടൺ മാരേജ് പ്രാക്ടീസ് ഈ പറഞ്ഞ പോലെ ക്രിമിനലൈസ് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ തലാഖ് പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് UCCക്കകത്ത് മീൻസ് ഉത്തരാഖണ്ഡ് പാസ്സാക്കിയ UCCക്കകത്ത് അത് ക്രിമിനലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലായി കാണാം. ജെൻഡർ ഇക്വാളിറ്റി നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഈ പറഞ്ഞ പോലെ സിംപ്ലിഫിക്കേഷൻ ഓഫ് ലീഗൽ സിസ്റ്റം, നേരത്തെ ഈ പറഞ്ഞ പോലെ പല റിലീജിയന് പല നിയമങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു ലീഗൽ സിസ്റ്റത്തിനകത്ത്. അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ഇറ്റ് ക്യാൻ അൾട്ടിമേറ്റ്ലി ലീഡ് ടു നാഷണൽ ഇന്റഗ്രേഷൻ. എല്ലാ ആളുകൾക്കും ഒരേപോലത്തെ നിയമങ്ങൾ വരുമ്പോഴേക്കും അതൊരു സെൻസ് ഓഫ് യൂണിഫോമിറ്റി, നാഷണൽ യൂണിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും പറയപ്പെടാറുള്ളത്. ദെൻ അതേ സ്ഥാനത്ത് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഇമ്പാക്ട് ഓൺ മൈനർ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, മൈനോറിറ്റി വിഭാഗങ്ങളെ അത് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്പ്രൊപ്പോർഷൻ ആയിട്ട് അവരെ അഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചസ്, എസ്പെഷ്യലി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു ലീവ് ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ രജിസ്റ്റർ ചെയ്യണം, മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴേക്കും ദ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രൈവസിക്ക് എതിരായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചസ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു സോഷ്യൽ ടെൻഷൻസ്. ഈ പറഞ്ഞ പോലെ
മൈനോറിറ്റി വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളായിട്ട് ഇതിനെ കരുതാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ നാഷണൽ യൂണിറ്റി കൊണ്ടുവരിക, ഇന്റഗ്രേഷൻ കൊണ്ടുവരിക എന്നൊക്കെയാണ്. ചിലപ്പോൾ അത് നടക്കാതെ പോവുകയും സോഷ്യൽ ടെൻഷൻസ് ഈ പറഞ്ഞ പോലെ വരാനായിട്ടുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് പോസിറ്റീവ് വശങ്ങളും ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ന്യൂസ് പേപ്പറിനകത്ത് നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്